ആദ്യം തന്നെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ദാനത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഒരു ഈദ് ആശംസകൾ അറിയിക്കുകയാണ്. ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു പുതിയ സെഗ്മെൻറ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ഈ ലൈവ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ പുതിയൊരു സെഗ്മെൻറ്റാണ്. ഇതിൻ്റെ പേരാണ് ടാലൻസ് ഓൺലൈൻ. ഓക്കെ, ഇതിൽ നമ്മൾ ഇത്രയും കാലം ഞങ്ങൾ ചെയ്തു വന്നിരുന്ന അല്ലെങ്കിൽ നമ്മുടെ പേജ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ടാലൻസിനെ സപ്പോർട്ട് ചെയ്യുക, പുതിയ ടാലൻസിനെ സപ്പോർട്ട് ചെയ്യുക, അവരെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ദൗത്യമായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. ഈ പേജ് തുടങ്ങിയതും അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. ആ ലക്ഷ്യം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ആ ലക്ഷ്യത്തോടുകൂടി. അപ്പോൾ അതിൻ്റെ ഭാഗമായി തുടങ്ങുന്ന പുതിയൊരു സെഗ്മെൻറ്റാണിത്, ടാലൻസ് ഓൺലൈൻ. ഹലോ ഫൈസ് ബ്രോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. വെൽക്കം ടു ടാലൻസ് ഓൺലൈൻ. കരുവാമക്കളെ പേജിലെ ടാലൻസ് ഓൺലൈനിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പൊ ആദ്യത്തെ എപ്പിസോഡ് എന്ന നിലയിൽ ഞങ്ങള് ഐശ്വര്യത്തോടെ താങ്കളോട് കൂടി ഞങ്ങളുടെ ഈ സെഗ്മെന്റ് ഒരു വേദി അതെ. അപ്പൊ അതിനെ ഒരു ഈദ് മുബാറക്, ഈദ് വിഷസ്, ഈദ് വിഷസ്. ഷുവർ. ഒരു പാട്ട് കേൾക്കാം. അങ്ങനെ എന്താ പറയാ, ഈ കഴിവ് എല്ലാവരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്കും ഒരു അവസരം, ഇതുപോലുള്ള ഫ്രഷ് ടാലൻസിനെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം. അതെ. അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ സെഷൻ. ബ്രോ പറഞ്ഞു തുടങ്ങുക. അപ്പൊ ഖത്തറിലാണ് എന്നുള്ളത് അറിയാം. ഒരുപാട് പേർക്ക് എന്താ പറയാ, അതെ, ഖത്തറിലാണ് ഉള്ളത്. ഖത്തർ ലൈഫ് എങ്ങനെയാണ്? എന്താണ് അവിടെ വർക്ക് ചെയ്യാണോ? എന്താണ് ചെയ്യുന്നത്? ഖത്തറില് ഞാന് ഇവിടെ ഇപ്പൊ ഒരു 6-7 മാസമായി വന്നിട്ട്, ഖത്തറിൽ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ്. ഇവിടെ ഓൺ ബിസിനസ് ആണ്, ഉപ്പയുടെ ഫാദറിന്റെ ഓൺ ബിസിനസ് ആണ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യാണ്. ഇവിടെ വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആകെ ലോക്കാണ്, റൂം ക്വാറന്റൈൻ. അതെ. ഇപ്പൊ ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇല്ല, ഒക്കെ ലോക്കാണല്ലോ. നമ്മുടെ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ബിസിനസ് ആണ്. അപ്പോ ആ സെക്ടർ ഒന്നും ഇല്ലല്ലോ. ഫുഡ് സ്റ്റഫും അതേപോലെ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. ഇപ്പൊ പറഞ്ഞ അതിൽ ബിസിനസ് ഡള്ളായ കാരണം ഷോപ്പ് തുറക്കാറില്ല. ഇപ്പൊ ഡള്ളാണ്, ഫുൾ റൂമിലാണ്. അപ്പൊ പെരുന്നാൾ ഇപ്പൊ ലൈവാണ് ഫുൾ. അതെ, എല്ലാം വേഗം നോർമൽ ആവും നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, ഇൻഷാല്ലാ നോർമൽ ആവട്ടെ. പിന്നെ നാട്ടിലെവിടെയാണ് സ്ഥലം? നാട്ടിൽ ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂര് കേച്ചേരി എന്ന് പറയും. കേച്ചേരിയാണ് ഞാൻ പഠിച്ചത്. തൃശ്ശൂര് കേരളവർമ്മ കോളേജിലാണ് ബികോം. അവിടുന്ന് പിന്നെ PG ചെയ്തു, അതായത് പഴഞ്ഞി കുന്നംകുളം MD കോളേജില് PG കഴിഞ്ഞപ്പോ നേരെ ഇങ്ങോട്ട് ഖത്തറിലേക്ക് പോന്നു. ഖത്തറിലേക്ക് പോന്നപ്പോ 7 മാസം കഴിഞ്ഞപ്പോ ഇങ്ങനെ. അതെ. അപ്പോ നമ്മളെ വ്യൂവേഴ്സിനെയും കൂടി ഇതിലൊന്ന് ഇന്ററാക്ഷൻ ചെയ്യിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ചെറിയൊരു ക്വസ്റ്റ്യൻ സെഷനും കൂടി നടത്തുന്നുണ്ട് വ്യൂവേഴ്സിന് വേണ്ടിട്ട് ഇതിന്റെ ഇടയില്. കട്ടി ക്വസ്റ്റ്യൻസ് ആണോ? ഇല്ല, അത്രയൊന്നുമില്ല. എന്നാലും ഇന്ന് ബ്രോ ആണ് ഇതില് ഗസ്റ്റ് എന്ന നിലയില് നമ്മള് മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത്യാവശ്യം കടികട്ടിയാണെന്നും പറയാം. ഇതില് ഏറ്റവും 10 ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ടോട്ടലായിട്ട് ഇതിൽ ചോദിക്കും. വ്യൂവേഴ്സിനും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. പങ്കെടുക്കുന്ന വ്യൂവേഴ്സിന് 10 ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഇതിൽ ചോദിക്കും ഈ സെഷന്റെ ഇടയിൽ. അപ്പോ അതിന് ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്ന ആൾക്ക് ഞങ്ങളുടെ ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് ഞങ്ങളുടെ വക. ഇത് അതിന്റെ വിവരം ലാസ്റ്റിലേക്ക് പറയുന്നതാണ്, ഗിഫ്റ്റിന്റെയും കാര്യങ്ങളിലേക്ക്. അപ്പൊ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം. ഫസ്റ്റ് ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് ചാറ്റിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തി. ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് മ്യൂസിക് ഡയറക്ഷന് വേണ്ടി കിട്ടിയ ആള്. അതാണ് ആദ്യത്തെ ചോദ്യം. ആദ്യമായി ഉത്തരം പറയുന്ന ആള്, എന്റെ ഈ ലൈവില് ആദ്യമായി ഉത്തരം പറയുന്ന ആളുടെ പേര് ഏതാണോ കാണുന്നത് അയാളായിരിക്കും
ഞാൻ നോട്ട് ചെയ്യാം, കറക്റ്റ് ഉത്തരം പറഞ്ഞു എന്നുള്ള ഫസ്റ്റ് കിട്ടുന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പോ വ്യൂവേഴ്സിന് ഉത്തരം പറയാം. ചോദ്യം ഏതാണ് ഒന്നും കൂടി ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ തവണ മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തി. അപ്പൊ ബ്രോ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഈ മ്യൂസിക്കിലേക്ക് എങ്ങനെയാണ് ബ്രോ എത്തിയത്, എങ്ങനെയാണ് അതിലേക്ക് ഇൻട്രസ്റ്റ് വന്നത്, കാര്യങ്ങളൊക്കെ പറയാം. മ്യൂസിക്കിലേക്ക് വന്നത് ചെറുപ്പം തൊട്ടേ ഈ പറഞ്ഞ മാതിരി മദ്രസയിൽ നിന്നൊക്കെ പാടി അങ്ങനെ വന്നതാണ്. ഞാൻ ക്ലാസിക്കല് പഠിച്ചിട്ടില്ല, ശാസ്ത്രീയമായിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല. അതേപോലെ ഈ പറഞ്ഞ ഗിറ്റാറും പഠിക്കാൻ പോയതല്ല, യൂട്യൂബാണ്. ബോൺ ടാലന്റ് ആണ് അപ്പൊ ആള്. പഠിക്കാതെ തന്നെ ഇത്ര മനോഹരമായി പാടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ. സിനിമയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ. ഓക്കെ ഓക്കെ. അപ്പോ ഈ പറഞ്ഞ മാതിരി ഈ ഗിറ്റാർ ഞാൻ പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട് 2.5-3 വർഷമായിട്ടുള്ളൂ. ഞാൻ യൂട്യൂബിൽ നിന്നാണ് അങ്ങനെ പഠിക്കണത്. അതേപോലെ പറഞ്ഞ മാതിരി ഞാൻ തൃശ്ശൂര് ഇരഞ്ഞിക്കുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബാൻഡ് ഉണ്ട്. അപ്പൊ അതിലുള്ള ഗിറ്റാറിസ്റ്റിനോടും പിന്നെ അറിയുന്ന ചേട്ടന്മാരോടൊക്കെ ചോദിച്ച് അങ്ങനെ പ്രിഫർ ചെയ്തിട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഗുരു ഇല്ല ഗിറ്റാറിനോ അല്ലെങ്കിൽ പാട്ടിനോ എന്ന് പറയാനല്ലേ? അങ്ങനെ അഗ്രഹമില്ല. കുറച്ച് ഗുരുക്കളുണ്ട്, അത്രേ ഉള്ളൂ. അതെ അതെ, സ്വയം ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഇതേപോലെ യൂട്യൂബ് അങ്ങനെ എന്തെങ്കിലും നോക്കി അല്ലേ? അതെ 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 അതെ. ബ്രോ, ഒരു പാട്ടും കൂടി ആയാലും നമുക്ക് വ്യൂസിന് വേണ്ടി മലയാളം ആയിക്കോട്ടെ. മലയാളം തന്നെ. മിന്നാരം എന്നുള്ള ഫിലിമിലെ നിലാവേ മായുമോ എന്നുള്ള സോങ്. ഓക്കെ. മുറ്റം നിറയെ വിങ്ങിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം, തുള്ളിത്തൊടിച്ചും കമ്പിൽ കൊതിച്ചും കൊഞ്ചിക്കളിയാടി നമ്മൾ, നിറം പകർന്നാലും നിലവുകളിലെല്ലാം കതിരണിഞ്ഞൊരുങ്ങും മുമ്പേ പറയാതെയങ്ങു നീ മാഞ്ഞു പോയല്ലേ, നിലാവേ മായുമോ കിനാവും നോകുമാ, ഇളം തേൻ തെന്നലാ തലോടും പാട്ടുമാ, ഇതൾ മാഞ്ഞു തോന്നില്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതറിഞ്ഞു പോ, നിലാവേ മായുമോ കിനാവും നോകുമാ. സൂപ്പർ സൂപ്പർ. അപ്പൊ ബ്രോനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും ബ്രോന്റെ ഈ എന്താ പറയാ പാട്ട് പാടാനുള്ള ഈ കഴിവും. ഗിറ്റാറും പാട്ടും കൂടി ഒപ്പം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പേഴ്സണലി, അതായത് എനിക്കറിയാം. നമുക്കൊരു ഇതുണ്ടായാൽ മതി, നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. അതെ അതെ, അതാണ് പ്രാക്ടീസിന് ഒരുപാട് വേണം അല്ലേ? ഹാർഡ് വർക്ക് വേണം. ബ്രോ, അപ്പൊ ഇനി അറിയാൻ ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ കൊറോണ സിറ്റുവേഷൻസ് ഒക്കെ എന്താണ് ഇപ്പോഴത്തെ ഖത്തറിലെ? ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മള് ചോദിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണല്ലോ. ഭയങ്കര സിറ്റുവേഷൻ ആണ്. നാട്ടിലത്തെ പോലെയല്ല, കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആണ്. ഇന്നിപ്പോ എത്ര ഡെയിലി ഇപ്പോ 1600-700 ആ ലെവലിലേക്കാണ് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 40,000 അടുത്ത് കേസ്. അങ്ങനെയാണ് അവസ്ഥ. ഭയങ്കര മോശമാണ് ഇവിടെ. കൈവിട്ട ഒരു കളിയാണ് ഖത്തർ. ഇതുവരെ ഇവിടെ ലോക്ക്ഡൌൺ ആക്കുന്നില്ല. ഈ പറഞ്ഞ മാതിരി ലോക്ക്ഡൌൺ തന്നെ എന്നുള്ളതല്ലാതെ വേറെ ലോക്ക്ഡൌൺ ആയിട്ടില്ല.
പറഞ്ഞ മാതിരി റോഡിൽ എപ്പോഴും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ പുറത്തിറങ്ങാതിരിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആൾക്കാർ പുറത്തിറങ്ങുന്നുണ്ട്. ഇതാണ് കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആണ് ഇവിടെ. അവിടെ പരിസരത്ത് ആർക്കെങ്കിലും കോവിഡോ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ബ്രോന്റെ ഏരിയയില് കൂടുതൽ പ്രശ്നങ്ങളുള്ള അതായത് ഹോട്ട്സ്പോട്ട് പോലെ അങ്ങനെ എന്തെങ്കിലും ഏരിയ എന്തെങ്കിലാണോ? ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റൂമിന്റെ അടുത്തുള്ള, അതായത് അപ്പുറത്തെ റൂമിലുള്ള ഒരാള് പോസിറ്റീവാണ്. ശരി, ഓക്കെ. പെട്ടെന്ന് ശരിയാവും നമുക്ക് വിചാരിക്കാം. ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നവരെ എന്തായാലും ഇതേപോലെ നമ്മള് നമ്മുടെ സ്വയം വൃത്തിയും അല്ലെങ്കിൽ സുരക്ഷയും നോക്കിക്കൊണ്ട് ജീവിക്കുക എന്നല്ലാതെ വേറൊരു വഴിയില്ല നമ്മുടെ മുന്നിൽ. എന്തായാലും വാക്സിൻ എത്ര കട്ടാവുന്നുണ്ട് കേട്ടോ, ഇടയ്ക്ക് സ്ലോ ആവുന്നുണ്ടേ. ബ്രോ കേൾക്കാമോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ലാഗായി. എന്താ ഒന്നുകൂടി പറയോ? അതായത് വേറൊന്നുമല്ല, അപ്പുറത്തെ റൂമിലുള്ള ആള് പോസിറ്റീവാണ്. ഈ പറഞ്ഞ ഞാനും പോസിറ്റീവ് തന്നെയാണ്. എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു സംഗതി പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അങ്ങനെ സിംറ്റംസ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പൊ 14 ദിവസം കഴിഞ്ഞ് പ്രശ്നങ്ങളൊന്നുമില്ല. പറയുമ്പോ പോസിറ്റീവ് മീൻസ് ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവ് ആയിരുന്നു അല്ലേ? അതെ, ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ടെസ്റ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പേടിക്കാനൊന്നുമില്ല, ഹെൽത്തി ആണ്, കുഴപ്പമില്ല. എന്തായാലും സേഫ് ആയിട്ടിരിക്കൂ, തന്നെ ഇരിക്കൂ, എല്ലാം പിന്നെ മ്യൂസിക് ബാക്കി എന്തെങ്കിലും മീൻസ് ഷോസിന് പോകാറുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് മ്യൂസിക്കിന്റെ ലൈഫ് എങ്ങനെയാണ്? നാട്ടില് പറഞ്ഞ മാതിരി നാട്ടില് ഇപ്പോ 7 മാസമായിട്ടുള്ള ഞാൻ ഖത്തറിൽ വന്നിട്ട് ഇപ്പൊ നാട്ടില് എല്ലിഞ്ഞിക്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ബാൻഡ് ഉണ്ടായിരുന്നു. അതേപോലെ ഓരോ കൺസേർട്സിനും കാര്യങ്ങളൊക്കെ ഞാൻ പോയിരുന്നു. ഇപ്പൊ ഇവിടെ ഖത്തറിൽ വന്നിട്ട് എനിക്ക് ഇവിടെ കോഡ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാൻഡ് ഉണ്ട്. അപ്പൊ അതില് ഞങ്ങളൊരു 4 സിംഗേഴ്സ് ഉണ്ട്. നല്ലൊരു അത്യാവശ്യം നല്ലൊരു ടീമാണ്, ഒരു അടിപൊളി ടീമാണ്. ഒരു ബാൻഡ് ഉണ്ട് അല്ലേ? അതെ അതെ, നല്ലൊരു ടീമാണ്, ടീം വർക്കാണ്. ഫോം ചെയ്തു ഇവിടെ വന്നപ്പോ അവര് ആഗ്രഹം, ഖത്തറിൽ വന്നിട്ടൊരു ബാൻഡ് ഫോം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിലൊരു അംഗാവാൻ പറ്റി. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയ കാരണം സീനായതാണ്. ഇപ്പൊ പറഞ്ഞ മാതിരി പെരുന്നാളിനൊക്കെ ഷോസ് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയാണ് കാര്യങ്ങള്. ഖത്തറില് ഷോസ് ഇപ്പൊ എത്തിയല്ലേ ഉള്ളൂ അല്ലേ? അത് നാട്ടിലാണ് മെയിൻ ആയിട്ട് ഷോസ് ഒക്കെ ചെയ്യാറല്ലേ? അതെ അതെ, ഖത്തറിലും ഷോസ് ഉണ്ടാവാറുണ്ട്. വന്നപ്പോൾ തന്നെ എനിക്ക് ഇവിടെ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. നമ്മുടെ കാമാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കുഴപ്പമില്ല. തന്നെ ഒരു മീൻസ് മലയാളികളുടെ സൊസൈറ്റി അല്ലെങ്കിൽ മലയാളികളുടെ കൂട്ടായ്മകളിലാണോ കൂടുതലും ഷോസ്? അതോ മലയാളികളുടെ കൂട്ടായ്മ അതേപോലെ ഓരോ ഇവന്റ് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതെ അതെ, കുഴപ്പമില്ല. ബാൻഡില് 4 പേരാണുള്ളത് അല്ലേ? 4 സിംഗേഴ്സ് പിന്നെ ഒരു ഗിറ്റാറിസ്റ്റ്. ഞങ്ങള് 8 പേരുണ്ട് മൊത്തം. 4 സിംഗേഴ്സ് ആണ്. ബാൻഡിന് പേരുണ്ടോ? എന്താണ് ബാൻഡിന്റെ പേര്? കോഡ് ഫ്രിക്ഷൻ. കോഡ് ഫ്രിക്ഷൻ. കോഡ് ഫ്രിക്ഷൻ. ഓക്കെ. നേരത്തെ പറഞ്ഞു തോന്നുന്നു, എനിക്ക് ക്ലിയർ ആയില്ല, അതുകൊണ്ടാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലിയർ ആയിണ്ടാവില്ല. ഓക്കെ, നമുക്കിന്ന് ഒരു പാട്ടും കൂടി ആയാലോ? ഒരു പാട്ടും കൂടെ ആവാം. നമ്മള് മമ്മൂട്ടിയുടെ പപ്പുവിന്റെ സ്വന്തം പപ്പൂസ് എന്നുള്ള സിനിമയിലെ സ്നേഹത്തിൻ പൂഞ്ചോല. വെള്ളി നിലാനാട്ടിലെ പൗർണമി തൻ വീട്ടിലെ പൊന്നുരുകും പാട്ടിലെ
പ്രാണസുധാഗന്ധ മന്ത്രജലം മേഘപ്പൂങ്കാറ്റിന്റെ പള്ളിത്തേരെ നക്ഷത്ര കൂടാര കീഴിവാദേവി ആലംബം ആധാരം ആലംബം ആധാരം സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലങ്ങൾ തൂക്കുന്ന കാലം ഞാൻ കണ്ണീരും തേടും കണ്ണീരായി താനേ കണ്ണീരും തേടും കണ്ണീരായി താനേ. സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ നമുക്ക് അടുത്തതും ഒരു പാട്ട് തന്നെയാണ്. അതിനു മുന്നേ ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത പാട്ട് വ്യൂവേഴ്സ് റിക്വസ്റ്റ് ആണ്. അപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഏതെങ്കിലും പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചാറ്റിൽ പറയാവുന്നതാണ് ഏത് പാട്ടാ വേണ്ടതെന്നുള്ളത്. വൈസ് ബ്രോ ഓക്കെ അല്ലേ? ഏതാനും കുഴപ്പമുണ്ടാവില്ലല്ലോ? ഓക്കെ ഓക്കെ, അറിയുന്ന പാട്ടാണെങ്കിൽ എന്തായാലും പാടി തരും. ഓക്കെ ഓക്കെ. അപ്പൊ വ്യൂവേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് ഏത് പാട്ടാ വേണ്ടതെന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യവും ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ചെമ്മീൻ എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ച് മലയാളത്തിലേക്ക് എത്തിയ പ്രമുഖ സംഗീത സംവിധായകൻ. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ചെമ്മീൻ എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ച് മലയാളത്തിലേക്ക് എത്തിയ പ്രമുഖ സംഗീത സംവിധായകൻ. ഇതാണ് അടുത്ത ചോദ്യം. വരുന്നുണ്ട് ബ്രോ, റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ഓമലാളെ ബീഗം, തേരിറങ്ങും മുകിലെ, ചിരാതുകൾ ഫ്രം കുമ്പളങ്ങി നൈറ്റ്സ്. ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താലും നോക്കുന്ന ഏതുകരി രാവിലും അതേപോലെ ഓമലാളെ തേരിറങ്ങുമുകിലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. എന്നാ നോക്കി നോക്കിട്ട് തേരിറങ്ങുമുകിലേ മഴ തൂവലൊന്നു തരുമോ, നോവറിഞ്ഞമേ ഒരു സ്നേഹനിത്ര എഴുത, ഇരുൾ മൂടിയാലും കണ്ണിൽ തെളിയുന്നകൾ തേരിറങ്ങുമുകിലേ മഴ തൂവലൊന്നു തരുമോ. അതിന് വേറൊരു സോങ് കൂടെ പറഞ്ഞിരുന്നു, അതും കൂടെ പാടാം. അപ്പൊ ഒക്കെ ഒന്ന് കുറച്ചായിട്ടൊന്ന് പാടാം. അതെ അതെ. അടുത്ത സോങ് ഏതായിരുന്നു? ഏത് കരി രാവിലും. അതെ, ഏത് കരി രാവിലും പറഞ്ഞിരുന്നു. ഒരു മിനിറ്റ്. ഏത് കരി രാവിലും പറഞ്ഞത് ഐഷ് ഹിസ് എന്ന് പറഞ്ഞ ഒരു വ്യൂവർ ആണ്. പുള്ളിക്കാരിയാണ് അത് എന്താ പറയാ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ. തേരിറങ്ങും മുകിലേയും ഇതേപോലെ രേവതി 24 അതാണ് ആളുടെ യൂസർ നെയിം. പുള്ളിക്കാരിയാണ്.
ആൾക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. വിചാരിച്ച പോലെ പാടാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. അടിപൊളിയായിരുന്നു. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഏതു കരി രാവിലെ അടിപൊളിയായിട്ട് പാടി കേൾപ്പിച്ചിരിക്കുകയാണ് എന്തായാലും. സോ ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ തന്നെ കിടക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ട് നമുക്ക് ബാക്കി ചർച്ചയിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2007 ഏറ്റവും മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ഔസേപ്പ് ബച്ചൻ സാറിനാണ് കിട്ടിയത്. അത് ഏത് ചിത്രത്തിനായിരുന്നു? അതാണ് അടുത്ത ചോദ്യം. ഏറ്റവും മികച്ച 2007 ഏറ്റവും മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ഔസേപ്പ് ബച്ചന് നേടിക്കൊടുത്ത ചിത്രം. അടുത്ത ചോദ്യം അതാണ്. യുവേഴ്സ് ആൻസർ. അപ്പോ ബ്രോ നെക്സ്റ്റ് ചോദ്യം എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ, നമ്മളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ തുടങ്ങാം അതിലേക്ക്. ഓക്കെ. വീട്ടില് ഇപ്പൊ ഉമ്മ, ഞങ്ങൾ 4 മക്കളാണ്. 3 സിസ്റ്റേഴ്സ് ആണ്. 2 താത്തമാര് കല്യാണം കഴിഞ്ഞു. താഴെ ഒരു പെങ്ങളുണ്ട്. അവള് +2 കഴിഞ്ഞ് നിൽക്കുന്നു. ഇതപ്പൊ +2 എക്സാം എഴുതി നിൽക്കുന്നു. ഞാൻ ഒറ്റ മോനാണ്. ഓക്കെ ബ്രോ, എന്താണ് പഠിച്ചത്? മീൻസ് ബികോം ആയിരുന്നോ? എന്താണ്? ഞാൻ ബികോം കേരളോർമയില്, എംകോം MD കോളേജില് പഴഞ്ഞി. അതെ. വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെറുപറ എന്ന് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് തന്നെ കടന്നാലോ? ഒരു പാട്ടും കൂടി നമുക്ക് നോക്കിയാലോ? അതെ നോക്കാം. നല്ലൊരെണ്ണം ഞാൻ കണ്ടു ഇതിനിടയിൽ. ഒരാളുടെ സജഷൻ കല്ലായി കടവത്ത് പാടാൻ പറയുന്നുണ്ടായിരുന്നു. കല്ലായി കടവത്ത് എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാണ്. കല്ലായി കടവത്ത് പാടാം. പട്ടുതൂവാലയും വാസന തൈലവും അവൾക്കു നൽകാൻ കരുതിക. പട്ടുറുമാലു വേണ്ട, അത്തറിൻ മണം വേണ്ട, നെഞ്ചിലെ ചൂടു മാത്രം മതിവൾക്ക്. കടവത്തു തോണിയിറങ്ങാൻ, കരിവള കൈ പിടിക്കാൻ, അതു കണ്ടുലാവ് പോലും കൊതിച്ചോട്ടെ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല. കൽവിലെ മൈനയെങ്ങും ഉറങ്ങിയില്ല. മധുമാസരാവിൽ വെഞ്ചന്ദ്രനായ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. താങ്ക് യു. സൂപ്പർ ബ്രോ, ഒന്നും പറയാനില്ല. ലവ് യു ബ്രോ. ഓക്കെ, അപ്പൊ നമുക്കെന്നാ ഒരു ചോദ്യം കൂടി. വൺ മോർ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ചോദ്യം. ഏറ്റവും കൂടുതൽ തവണ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച വ്യക്തി മലയാളത്തില്. ഏറ്റവും കൂടുതൽ തവണ മികച്ച സംഗീത സംവിധാനത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച വ്യക്തി. അതാണ് നെക്സ്റ്റ് ചോദ്യം. അപ്പൊ ബ്രോ ഒരാള് ഖ്വാജാജി പാടാൻ പറയുന്നുണ്ട്. കൊറേ ഇങ്ങനെ പറയുന്നു ഖ്വാജാജി എന്നുള്ള സോങ് പാടുന്നു. ഞാൻ കണ്ടു. അനഘ കേസ് എന്നാണ് തോന്നുന്നു ആളുടെ പേര്. അതെ പാടിയെടുത്ത് നേരത്തെ ഖ്വാജാജി എന്നുള്ള. അതെ ഇന്ററാക്ഷനിലും ആൾക്കാർക്ക് താല്പര്യം പാട്ടിലേക്കാന്ന് മനസ്സിലായി എന്തായാലും.
ख्वाजा जी ख्वाजा ख्वाजा जी ख्वाजा या गरीब नवाज या गरीब नवाज या गरीब नवाज या मोइनुद्दीन या ख्वाजा जी या ख्वाजा जी ख्वाजा मेरे ख्वाजा दिल में समा जा शाहू का शादू अली का दुलारा ख्वाजा मेरे ख्वाजा दिल में समा जा शाहू का शादू अली का दुलारा ख्वाजा मेरे ख्वाजा दिल में समा जा ख्वाजा मेरे ख्वाजा दिल में समा जा बेकसंग तकदीर है सवारी बेकसंग तकदीर में है सवारी ख्वाजा मेरे ख्वाजा दिल में समा जा शाह का शादू अली का दुलारा Thank you. സൂപ്പർ. Thank you very much. രാത്രി ഒരാൾക്ക് അതെ 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 അത് ഡെഡിക്കേറ്റ് ചെയ്തു. എന്തായാലും ഓമലാളെ പാടുമോ? ഓമലാളി പറഞ്ഞ മാതിരി കുറെ കേൾക്കണോ ഓമലാളെ, അതൊന്ന് പാടി കളയാം. ഞങ്ങളുടെ ലാസ്റ്റ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അതെ അതെ. പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി കണ്ടതെല്ലാം നിന്നെയല്ല ഇതൊന്നുമീ പ്രപഞ്ചത്തിൽ ഒന്നുമേ പ്രപഞ്ചത്തിൽ കണ്ടതെല്ലാം നിന്നെയല്ല ഇതൊന്നുമേ പ്രപഞ്ചത്തിൽ ഒന്നുമേ പ്രപഞ്ചത്തിൽ ഓമലാളെ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂര്യമുനയിൽ മമക്കിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു ഞാൻ നിനക്കൊരു മാല തീർത്തു ഓമലാളെ നിന്നെയോർത്ത്. ഫാൻസ് ഒക്കെ അവിടെ എന്നെ കൊന്ന് മാരകം എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഒരുപാട് അപ്രീഷിയേഷൻസ് ആണ് മൊത്തം. കൊല്ലലൊന്നുമില്ല, പാട്ട് കേട്ട് വീട് പോവുകയാണ് അവരൊക്കെ. ഓക്കെ ബ്രോ, അപ്പൊ നമുക്ക് ഒരു ചോദ്യം കൂടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വ്യൂവേഴ്സ് ചോദ്യം ചോദിപ്പിക്കുകയാണെന്ന് പോകരുത്, ബട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. എന്തായാലും ഇതിനൊരു ആൻസർ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വക, അത്ര വലിയ ഗിഫ്റ്റ് ആണെന്നൊന്നും വിചാരിക്കരുത്, പക്ഷേ ഞങ്ങളുടെ വക ചെറിയൊരു ഗിഫ്റ്റ് എന്തായാലും ഉണ്ട് ഇതിന് ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്ന ആൾക്കാർക്ക്. നിങ്ങളെ കൂടി ഇതിലേക്ക് ഒന്ന് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഞങ്ങളുടെ. ഓക്കെ, സോ നെക്സ്റ്റ് ചോദ്യം. മികച്ച സംഗീത സംവിധായകനുള്ള ആദ്യ ദേശീയ അവാർഡ് നേടിയതാര്?
ഇന്ന് ഫൈസ് ബ്രോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ടാലന്റ് ആണ് ഞങ്ങളോട് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ മ്യൂസിക്. എന്നും അങ്ങനെയായിരിക്കും. ഞങ്ങളുടെ വരാൻ പോകുന്ന എപ്പിസോഡുകളിലും വരുന്ന ടാലൻസിന്റെ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും മ്യൂസിക് മികച്ച സംഗീത സംവിധായകനുള്ള ആദ്യ ദേശീയ അവാർഡ് നേടിയത് ആര്? അതാണ് അടുത്ത ചോദ്യം. വ്യൂവേഴ്സ് ക്യാൻ കമന്റ് ദ ആൻസർ. അപ്പൊ ബ്രോ ഒരു പാട്ടും കൂടി ആയാലും ഒന്നാ നമുക്ക്. ഓ അടുത്തൊരു ഗസൽ ആവാം. ഏതാ? ഒരു ഗസൽ സോങ് ആവാം. അതായത് മെഹദി ഹസൻ സാഹിബിന്റെ റഫ്ത റഫ്ത എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. दिन ब दिन बढ़ती गई इस हुस्न की रौनकियां, दिन ब दिन बढ़ती गई इस हुस्न की रौनकियां, पहले गुल फिर गुलबदन, पहले गुल फिर गुलबदन, फिर गुलबदन में रफ्ता रफ्ता ओ मेरे हंसने का सहारा हो गए, रफ्ता रफ्ता ओ मेरे हंसने का सहारा हो गए, पहले जान फिर जाने जान, पहले जान फिर जाने जान, फिर जाने जाना ओ मेरे रफ्ता रफ्ता ओ मेरे हस्ती का सामा हो गए. ഗസൽ സോങ്സിന്റെ ഒരു ഫീല് വേറെയാണല്ലേ? കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇരുന്ന് പോകും. ഹിന്ദുസ്ഥാനി ഗസൽസ് എന്ന് പറയുമ്പോ വേറെ അതൊരു ഒരു പ്രാന്താണ് അത്. ഗുലാം അലി സാഹിബിന്റെ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകും. നമുക്ക് കേട്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഓരോരുത്തരും ഒരു മാജിക്കൽ വോയിസ് ആണ്. മെഹദി ഹസൻ, ഗുലാം അലി സാഹിബ് ഒക്കെ എന്തെന്നാ പറയാ, വേറെ ഒന്നും പറയാലല്ലോ അവരെ പറ്റി. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്കൊരു പാട്ടിലേക്കും കൂടി കിടക്കാം. അത് ലാസ്റ്റ് പാട്ടാക്കാം നമുക്ക്. ഓക്കെ 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 ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് പാട്ടിലേക്ക് കിടക്കാം. വ്യൂവേഴ്സ് ലാസ്റ്റ് ചോദ്യമാണ്. പ്രശസ്ത ഉത്തരേന്ത്യൻ സംഗീത സംവിധായകൻ നൗഷാദ് സംഗീത സംവിധാനം ചെയ്ത മലയാള ചിത്രം. അതാണ് ചോദ്യം. പ്രശസ്ത ഉത്തരേന്ത്യൻ സംഗീത സംവിധായകൻ നൗഷാദ് സംഗീത സംവിധാനം ചെയ്ത മലയാള ചിത്രം. അതാണ് ചോദ്യം. ഓക്കെ, അപ്പോ കമന്റ് ചെയ്യുക, വ്യൂവേഴ്സ് ആൻസർ കമന്റ് ചെയ്യുക. ബ്രോ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒരു പാട്ടിലേക്ക് കിടക്കാം. എങ്ങനെയാ വേണ്ടേ? വ്യൂവേഴ്സ് റിക്വസ്റ്റ് എടുക്കുന്നോ അതോ ബ്രോ പാടുന്നോ? എന്റെ ഒരു സോങ് അറിയാം. ഞാന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിംഗറാണ് ആതിഫ് അസ്ലം. ഞാൻ കൂടുതലും ആതിഫ് അസ്ലാമിന്റെ സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആതിഫ് അസ്ലാമിന്റെ ഒരു സോങ് പാടി അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ ബ്രോ പറഞ്ഞോളെ ആതിഫ് അസ്ലത്തിന്റെ ഒരു സോങ്. വ്യൂവേഴ്സ് ഗെറ്റ് റെഡി. Shining in the setting sun like a pearl upon the ocean, come and feel me, oh feel me. Shining in the setting sun like a pearl upon the ocean, come and feel me, oh feel me. Oh ऐसे तो मन मेरा पहली की रातों में अक्सर की चाहत के हो, सबसे न जाता था पहले ही धड़कन ये तुमको ही घाती थी, और अब जो होता है वो पहले न होता था तेरा
होने लगा हूँ जब से मिला हूँ तेरा होने लगा हूँ जब से मिला हूँ Shining in the setting sun like a pan upon the ocean. Come and feel me, oh feel me. Shining in the setting sun like a pan upon the ocean. Come and feel me, oh feel me. मैंने तो धीरे से बातें की धागे से बाटा से मैं तुम्हारे मेरा जहाना तू नासमाना तू बाटा से मैं तुम्हारे तू ढंग चाहतों का मैं जैसे कोई नादानी तू झंग चाहतों का मैं जैसे कोई नादानी मुझे खुद में डाल गए तो मेरे और बात बन जानी रंग शर्मतों का तू मीठ गाठ का पानी मैं रंग शर्मतों का तू मीठ गाठ का पानी मुझे खुद में डाल गए तो मेरे और बात बन जानी रंग शर्मतों का तू मीठ गाठ का पानी रंग शरबतों का तू मीठ गाठ का पानी सजरा सजरा मेरे दर पर से कजरा तेरे दर जाती ना कजरा कजरा मेरे दर पर से कजरा तेरा दर जाती ना कजला मिला जो तेरे दर पर से ओ मौला मौला कुन फाया कुन kun fayakun kun fayakun kun fayakun kun fayakun 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 kun fayakun kun fayakun 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 जब कहीं पे कुछ नहीं थी नहीं था वही था वही था वही था वही था जब कहीं पे कुछ नहीं थी नहीं था वही था वही था वही था वही था वो जो मुझ में समाया वो जो तुझ में समाया मौला वही वही आया वो जो मुझ में समाया वो जो तुझ में समाया मौला वही वही आया कुन फायकुन सदकल्लाहुल अलीयुल अज़ीम സൂപ്പർ 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 ഇപ്പൊ ആ പാട്ട് കറക്റ്റ് ആതിഫസ്ലത്തിന്റെ ആ പാട്ട് പാടിയപ്പോ ശ്രദ്ധിച്ച എവിടെയോ പുള്ളിക്കാരന്റെ സൗണ്ടിന്റെ അതേപോലെ ഉണ്ട് എവിടേക്കോ അർജിത് സിംഗ് എവിടേക്കോ ആതിഫ് അസ്ലം കറക്റ്റ് ആ പാട്ട് പാടിയപ്പോഴാണ് ശ്രദ്ധിച്ചത് സൂപ്പറായിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും ആതിഫ് അസ്ലത്തിന്റെ സൗണ്ടിന് ഛായ ഉണ്ട് എന്നുള്ളത് കമന്റ് കേട്ടിട്ടില്ല ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് സൂപ്പർ എന്തായാലും നല്ലൊരു ലൈവ് സെഷൻ ഞങ്ങളുടെ കൂടെ വന്നതിന് വളരെ വളരെയധികം നന്ദി അതും ഇന്ന് നല്ലൊരു പ്രത്യേക ദിവസം ഈദ് നല്ലൊരു ദിവസമായി ഈദായതും ഞങ്ങളുടെ കൂടെ വന്നു ഈ ലൈവ് സെഷൻ അടിപൊളിയാക്കി കണ്ട വ്യൂവേഴ്സിന് എന്തായാലും സന്തോഷമായി കാണും എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്ത കുറച്ച് പാട്ടുകളൊക്കെ നമുക്ക് പാടാൻ പറ്റി ബാക്കി ഇനി ബ്രോന്റെ പേജിലൂടെയും അല്ലെങ്കിൽ ബ്രോന്റെ ഷോസിലൂടെയും ബാക്കിയുള്ളവർക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ എന്താ പറയാ ഗ്രൂപ്പിനോടും എല്ലാരോടും പറയാൻ എന്താ വെച്ചാൽ ലാസ്റ്റ് അപ്പൊ ഇത്ര നേരം നല്ലൊരു ലൈവ് സെഷൻ തന്നെയായിരുന്നു ശരത് ബ്രോനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു ഈ ഒരു പെരുന്നാള് ദിവസത്തിൽ ഇങ്ങനെ ഒരു
വെറുതെ ഇരിക്കണ നേരം നമ്മളെന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സെഷൻ ഉണ്ടായാലും വളരെയധികം സന്തോഷം, വളരെ സന്തോഷം. മനസ്സിന് നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഹാപ്പി. അപ്പൊ അതേപോലെ ഇങ്ങനെ ഒരു സെഷൻ ഒരുക്കി തന്ന സാലിനോടും അതേപോലെ കേറി മാമക്കളെ എന്നുള്ള പേജിനോടും നന്ദി പറയണം. അതേപോലെ വ്യൂവേഴ്സ് കുറെ, എന്റെ ഫ്രണ്ട്സ് കുറെ ഇടയിൽ ഇങ്ങനെ മെസ്സേജ് തരുന്നു. അവരോടൊന്ന് പാട്ട് പാടുന്നതിനിടക്കാണ് അവരിങ്ങനെ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഹായ് പറയാൻ പറ്റില്ല. അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അവർ വരും, എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരോടൊന്ന് വേറെ വിചാരിക്കരുത്, പറഞ്ഞ മാതിരി രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യണതല്ല. അപ്പൊ പറഞ്ഞ മാതിരി മൈൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. നമ്മള് കാണുന്നുണ്ട്, പക്ഷെ ഹായ് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ ബ്രോ, എല്ലാം അടിപൊളിയാവട്ടെ, ജീവിതത്തിലെല്ലാം അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ശരി ബ്രോ. താങ്ക് യു. ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് ടാലൻസ് ഓൺലൈൻ സെഷന്റെ ആദ്യത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനിയും പുതിയ പുതിയ ടാലൻസിനെ ഞങ്ങൾ ഇതേപോലെ ലൈവ് ചാറ്റ് സെഷനിലൂടെ കൊണ്ടുവരുന്നതായിരിക്കും. ചിലപ്പോൾ ഞാനായിരിക്കില്ല, വേറെ അഡ്മിൻസ് ആയിരിക്കും വരുന്നത് ഇന്ററാക്ട് ചെയ്യാനായിട്ട്, പ്രാക്ടീസ് സെഷനായിട്ട്. സോ ഇന്നത്തെ ഈ ലൈവില് ജോയിൻ ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും വളരെ വളരെ നന്ദി. ആൻഡ് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഈദ് ആശംസകളും വിഷ് ചെയ്യുന്നു. അപ്പോ ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ ക്വസ്റ്റ്യൻസിന് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടിയ ആളെ നോട്ട് ചെയ്തിട്ടുണ്ടാവണം ഞങ്ങളുടെ അഡ്മിൻ. അപ്പോ ആ അഡ്മിൻ പാനൽ നോട്ട് ചെയ്ത ആൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് ചെറിയൊരു ഈദിന്റെ ഗിഫ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ അപ്പോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ, സൈനിങ് ഓഫ്. താങ്ക് യു.